ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു SCERT പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെയാണ് നോക്കുന്നത്. ഡിഗ്രി ലെവൽ എക്സാമിനേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എക്കണോമിക്സിൽ നിന്നുള്ളത്. എക്സ്പെഷ്യലി SCERT സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് SCERT ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നമുക്കറിയാം, പണം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? വിനിമയ ഉപാധിയായിട്ടാണ് നമ്മൾ പണം എപ്പോഴും ഉപയോഗിക്കാറുള്ളത് അല്ലേ? മൂല്യം അളക്കുന്നതിനുള്ളൊരു ഉപാധി കൂടിയാണ് പണം എന്ന് പറയുന്നത്. എല്ലാ വസ്തുക്കളുടെയും മൂല്യം പണരൂപത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധ്യമാണെന്ന് നമുക്കറിയാം. പണ്ട് കാലത്തൊക്കെ ബാർട്ടർ സമ്പ്രദായമായിരുന്നു ഉപയോഗിച്ചല്ലേ? കൊടുക്കൽ വാങ്ങൽ, അതായത് പണത്തിന് പകരം വസ്തുക്കളായിരുന്നു ക്രയവിക്രയമൊക്കെ ചെയ്തിരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ ബാർട്ടർ സമ്പ്രദായം എന്നാണ് പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ മൂല്യശേഖര ഉപാധിയായിട്ടും പണം ഉപയോഗിക്കാറുണ്ട്. പണം എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നാണെന്നറിയാം. അതുകൊണ്ട് ഏതൊരു വസ്തുവിൻ്റെയും മൂല്യം പണരൂപത്തിൽ ശേഖരിച്ചു വെക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഭാവിയിലുള്ള ഉപാധിയായിട്ടും അത് ഹ്രസ്വകാല ദീർഘകാല വ്യാപാര ഇടപാടുകൾക്കും ഒക്കെ സഹായകമാകുന്ന ഒന്നാണ് പണം എന്നറിയാം. ഇനി കേന്ദ്ര ബാങ്കും പണവും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? ഓരോ രാജ്യത്തും അതത് രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കുകളായിരിക്കും പണത്തിന്റെ എല്ലാ അന്തിമ അധികാരി എന്ന് പറയുന്നത്. ഓരോ രാജ്യത്തെയും അതത് രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കുകളാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. 1934 നമുക്കറിയാം, 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ ആസ്ഥാനമായിട്ടാണ് സ്ഥാപിതമാകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI. അപ്പോൾ ഈ റിസർവ് ബാങ്കിന്റെ തലവൻ എന്ന് പറയുന്നത് തന്നെ റിസർവ് ബാങ്ക് ഗവർണറാണെന്നറിയാം. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് 1935 ഏപ്രിൽ 1 കൊൽക്കത്ത ആസ്ഥാനമായിട്ടാണ് എന്ത് സ്ഥാപിതമാകുന്നത്? റിസർവ് ബാങ്ക് സ്ഥാപിതമാകുന്നത് എന്ന് അറിയാം. പിന്നെ 1937 ഈ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് എവിടേക്ക് മാറ്റിയത്? മുംബൈയിലേക്ക് മാറ്റിയതെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്. അതിനുശേഷം എക്സാമിന് ഇതിൽ 4 ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. 1949 RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടതെന്ന് അറിയാം അല്ലെ? അപ്പോൾ ഓർത്തിരിക്കണം, 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് 1935 ഏപ്രിൽ 1 കൊൽക്കത്ത ആസ്ഥാനമായിട്ട് റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. 1937 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മുംബൈയിലേക്ക് ആസ്ഥാനം മാറ്റി. 1949 RBI ദേശസാൽക്കരിക്കപ്പെട്ടു എന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ രാജ്യത്തിന്റെ നാണയ നയങ്ങൾ രൂപീകരിക്കുന്ന ബാങ്കിങ് മേഖലയെ നിയന്ത്രിക്കുന്നതും RBI ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നിലവിലെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. 2024 ഡിസംബർ 11 മുതൽ സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ അല്ലേ? 1949 ജനുവരി 1 പൂർണ്ണമായും ഭാരത സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ദേശസാത്കരണം നടന്നതെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഈ റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നിങ്ങൾക്കറിയാം, ബാങ്കേഴ്സ് ബാങ്ക് എന്നല്ല അറിയപ്പെടുന്ന റിസർവ് ബാങ്കിനെ. കറൻസി നോട്ടുകൾ അച്ചടിക്കാനും വിതരണം ചെയ്യാനുമുള്ള ഏക അധികാരവും റിസർവ് ബാങ്കിനാണ്. അതുപോലെ തന്നെ മറ്റു ബാങ്കുകളുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുകയും അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയൊക്കെ ചെയ്യുന്നത് RBI ആണ്. അതുകൊണ്ടാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്ന്, മറ്റു ബാങ്കുകളുടെ ബാങ്ക് എന്ന് ആരെ അറിയപ്പെടുന്ന? റിസർവ് ബാങ്കിനെ അറിയപ്പെടുന്ന. കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ബാങ്കിങ് കാര്യങ്ങൾ നിർവഹിക്കുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ആണ്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ, നമ്മൾ കേട്ടിട്ടുണ്ടോ, വിദേശ നാണ്യ ശേഖരം, രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം കാത്തു സൂക്ഷിക്കുന്നതും റിസർവ് ബാങ്ക് ആണ്. അതുപോലെ തന്നെ വിലക്കയറ്റം നിയന്ത്രിക്കാനായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് റിപ്പോ റേറ്റ്,
അപ്പോൾ ഈ റിപ്പോ റേറ്റിലൊക്കെ മാറ്റം വരുത്തുന്നത്, അതായത് നാണയപ്പെരുപ്പ നിയന്ത്രണത്തിലൊക്കെ മാറ്റം വരുത്തുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്. പിന്നീട് എന്തൊക്കെ അറിയാം റിസർവ് ബാങ്കിനെ കുറിച്ച്? ആദ്യ ഗവർണർ ആരാടെ? എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ എന്ന് ചോദിക്കുമ്പോൾ 1935 മുതൽ 37 വരെ ആദ്യമായിട്ട് കൊൽക്കത്ത ആസ്ഥാനമായിട്ട് സ്ഥാപിതമാകുമ്പോൾ അത് ബോംബെയിലേക്ക് മാറ്റുന്നത് വരെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ആരാണ്? സർ ഓസ്ബോൺ സ്മിത്ത് ആണ് ആര്? റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ. ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ സി ഡി ദേശ്മുഖ് ആണ്. 1943 സർ സി ഡി ദേശ്മുഖ് ആദ്യത്തെ ഇന്ത്യൻ ഗവർണറായ, ഇന്ത്യൻ റിസർവ് ബാങ്ക് ഗവർണറായ സി ഡി ദേശ്മുഖ് ചുമതലയേൽക്കുന്നത് 1943 ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാം കറൻസി അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിൽപ്പെട്ടതാണ്. കറൻസി അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്കിന്റെ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് നാണയങ്ങളും അതുപോലെ തന്നെ 1 രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും, നാണയങ്ങളും 1 രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് ബോംബെ ആസ്ഥാനമായിട്ടുള്ള കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നാണയങ്ങളും 1 രൂപ നോട്ടും അച്ചടിച്ചിറക്കുന്ന ആരാടെ? ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ് നാണയങ്ങൾ 1 രൂപ നോട്ടും അച്ചടിച്ചിറക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ്. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക, ഈ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നമുക്കറിയാം ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള, അതായത് നാസിക്കിലുള്ള, മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള എക്സാമിന് ചോദിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മഹാരാഷ്ട്രയിലെ നാസിക്കിലും മധ്യപ്രദേശിലെ ദേവാസ് എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ്. ഈ ഭാരതീയ റിസർവ് ബാങ്ക് മുദ്രൺ ലിമിറ്റഡിന്റെ കർണാടകത്തിലെ മൈസൂരിലും പശ്ചിമ ബംഗാളിലെ സാൽബോണി പ്രസ്സുകളിലുമാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞാലോ. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മഹാരാഷ്ട്രയിലെ നാസിക്കിലും മധ്യപ്രദേശിലെ ദേവാസ് എന്നീ പ്രസ്സുകളിലും, അതുപോലെ തന്നെ അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മഹാരാഷ്ട്രയിലെ നാസിക്കും മധ്യപ്രദേശിലെ ദേവാസ് പ്രസ്സും. ഇനി റിസർവ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് നോട്ട് മുദ്രൺ ലിമിറ്റഡിന്റെ ഭാഗത്തുള്ള, എന്തിന്റെയാണ്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡിന്റെ ഭാഗമായിട്ടുള്ള BRBNML എന്ന് പറയും. അതിന്റെ ഭാഗമായിട്ടുള്ള കർണാടകത്തിലെ മൈസൂറിലെ പ്രസ്സിലും പശ്ചിമ ബംഗാളിലെ സാൽബോണി പ്രസ്സുകളിലുമാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുക. അപ്പൊ 4 ഇടങ്ങളിലാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ചോദിക്കാൻ പറ്റിയതാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലും മധ്യപ്രദേശിലെ ദേവാസ് പ്രസ്സിലും, ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലും, അതുപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡിന്റെ ഭാഗമായിട്ടുള്ള മൈസൂർ, കർണാടകത്തിലെ മൈസൂരിലും പശ്ചിമ ബംഗാളിലെ സാൽബോണി എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. ഓക്കെ അല്ലേ? നാണയങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയൊക്കെയാണ്? നാണയങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയൊക്കെയാണ് അറിയോ? ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ എന്നിവിടങ്ങളിലെ മിന്റുകളിലാണ് എന്ത് ചെയ്യുന്നത്? നാണയങ്ങൾ നിർമ്മിക്കുന്നത്. എവിടെയൊക്കെയാണ്? മഹാരാഷ്ട്രയിലെ മുംബൈ, ഹൈദരാബാദ്, തെലങ്കാനയിലെ ഹൈദരാബാദ്, പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത, ഉത്തർപ്രദേശിലെ നോയിഡ എന്നിവിടങ്ങളിലെ മിന്റുകളിലാണ്, ഇന്ത്യ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള മിന്റുകളിലാണ് നാണയങ്ങൾ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാം? പ്രചാരത്തിലുള്ള കറൻസികളെ പിൻവലിക്കാനുള്ള അധികാരമുണ്ട്. നമ്മളത് അനുഭവിച്ചിട്ടുള്ളതൊക്കെ അല്ലേ? ഡിമോണിറ്റൈസേഷൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു വേർഡ് കൂടിയല്ലേ ഡിമോണിറ്റൈസേഷൻ. ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് 2016 നവംബർ 8
അടുത്ത കാലത്തായി ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. 2018 ആ ഡേറ്റ് അറിഞ്ഞിരിക്കണം. 2016 നവംബർ 8, 2016 നവംബർ 8. അഴിമതി, കള്ളപ്പണം, ഭീകരവാദം, വ്യാജ കറൻസികൾ എന്നിവ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടെ അന്ന് വരെ നിലവിലുണ്ടാകും. നമുക്കറിയാം 500 രൂപ നോട്ടും 1000 രൂപ എന്നീ കറൻസികളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുകയായിരുന്നു അല്ലെ, ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലീഗൽ ടെൻഡർ അല്ല എന്ന് 2016 നവംബർ 8 പ്രഖ്യാപിക്കുകയാണ്. 500 രൂപയുടെയും 2000 രൂപയുടെയും പുതിയ കറൻസികളാണ് അതിന് പകരമായിട്ട് അച്ചടിച്ചിറക്കിയതും. പൊതുജനങ്ങൾക്ക് അന്ന് ഡിക്ലറേഷൻ ഒന്നും ഇല്ലാതെ 2016 ഡിസംബർ 31 വരെ, 2016 നവംബർ 8 ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയ 2016 ഡിസംബർ 31 വരെ പഴയ കറൻസി നോട്ടുകളൊക്കെ ബാങ്കുകളിലും ഡിക്ലറേഷനോട് കൂടി ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് 2017 മാർച്ച് 31 വരെ RBIയിലും നിക്ഷേപിക്കാനൊക്കെ അവസരം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെന്റ് നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിൻവലിക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മറ്റ് ധർമ്മം എന്താണ്? ബാങ്കുകളുടെ ബാങ്കായിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന ആപത്ഘട്ടങ്ങൾ ബാങ്കുകൾക്ക് എന്ത് ചെയ്യും? അടിയന്തര വായ്പകളൊക്കെ നൽകും മറ്റു ബാങ്കുകൾക്ക്. ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുകയുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ഇത് ഉൾപ്പെടാം. അറിഞ്ഞിരിക്കുന്ന റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിൽപ്പെട്ടതാണ്. പണത്തിന്റെ അളവും വായ്പയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ അനുപാതികമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉത്പാദനം വർദ്ധിക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ചെയ്യും? കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്നിവ എന്ന അവസ്ഥ സംജാതമാകും എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില വർധനവിന് കാരണമായി തീരുക. അപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുനിലവാരം വർദ്ധിക്കുന്നത് നമുക്കറിയാം പണപ്പെരുപ്പം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നത് പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതു വില നിലവാരം വർദ്ധിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പണപ്പെരുപ്പം എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യയിലെ പണപ്പെരുപ്പം കണക്കാക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. എക്സാമിന് ചോദിക്കും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചിട്ടാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? പണപ്പെരുപ്പം കണക്കാക്കുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഉപഭോക്തൃ വില സൂചിക കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചിട്ടാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇത് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഇത് തയ്യാറാക്കുന്നത്. അതുകൂടി അറിഞ്ഞിരിക്കണം. സമ്പദ് വ്യവസ്ഥയിൽ നമുക്കറിയാം പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് പണത്തിന്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാകുകയും സാമ്പത്തിക വളർച്ച, ഉത്പാദനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയൊക്കെ ചെയ്യും അല്ലെ. അതായത് പണത്തിന്റെ ക്രയശേഷി കുറയും. പണപ്പെരുപ്പം വർദ്ധിച്ചു കഴിഞ്ഞാൽ പണത്തിന്റെ ക്രയശേഷി കുറയുകയാണ്, വിനിമയം കുറയുകയാണ് ചെയ്യുന്നത്. അത് ഏതിനൊക്കെ കാരണമാകും? സാമ്പത്തിക വളർച്ച കുറയുന്നതിനും ഉത്പാദനത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് റിസർവ് ബാങ്കിന്റെ കടമയിൽപ്പെട്ടതാണ് പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നുള്ളത്. നമുക്കറിയാം പണപ്രദാനത്തിന്റെ അളവ് കൂടുന്നതാണ് പണപ്പെരുപ്പത്തിന് കാരണമാകുന്നത് എന്നറിയാം. നമുക്ക് ഒരു സമ്പദ് വ്യവസ്ഥയിൽ മൊത്തത്തിലുള്ള പണത്തിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് കണക്കാക്കാനായിട്ട് പറ്റുമോ? നിങ്ങൾക്കറിയോ? ഒരു സമ്പദ് വ്യവസ്ഥയിലെ പൊതുജനങ്ങളുടെ കൈവശമുള്ളതും നമ്മുടെ ഹാൻഡിലുള്ളത്, പൊതുജനങ്ങളുടെ പബ്ലിക്കിന്റെ ഹാൻഡിലുള്ളത്, ബാങ്ക്, അതുപോലെ തന്നെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ ശേഖരിച്ചിട്ടുള്ള പണവും ചേർന്നതായിരിക്കും അല്ലെ. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തമുള്ള പണത്തിന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ പൊതുജനങ്ങളുടെ കൈവശമുള്ളതും ബാങ്കിലും ബാങ്ക് ഇതര സ്ഥാപനങ്ങളിലും ശേഖരിച്ചിട്ടുള്ള പണവും ചേർന്നായിരിക്കും. നമുക്കതിനെ എങ്ങനെയൊന്ന് ആകെ പണത്തിന്റെ അളവിനെ കണക്കാക്കുന്നത്?
4 ചരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. 4 ചരങ്ങൾ ഉപയോഗിച്ച് ഒന്ന് M1, M2, M3, M4 എന്നീ രൂപങ്ങളിലാണ്. നമുക്ക് അവ ഓരോന്നും എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ആകെ പണത്തിന്റെ അളവിനെ കണക്കാക്കുന്നതാണ് 4 വേരിയബിൾസ് ഉപയോഗിക്കുക. M1, M2, M3, M4 എന്നീ രൂപങ്ങളിലാണ്. അതെന്താണെന്ന് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ M1 എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? ഒരു സമ്പദ് വ്യവസ്ഥയിലെ പൊതുജനങ്ങളുടെ കൈവശമുള്ളതും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ ശേഖരിച്ചിട്ടുള്ള പണം ചേരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ റിസർവ് ബാങ്ക് ഇത് കണക്കാക്കുന്നത്, സമ്പദ് വ്യവസ്ഥയിലെ ആകെ പണത്തിന്റെ അളവിനെ കണക്കാക്കുന്നത് M1, M2, M3, M4 എന്നീ വേരിയബിൾസ് ഉപയോഗിച്ചിട്ടാണ്. M1 എന്ന് പറയുന്നത് ഇതൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് നാരോ മണിയിൽപ്പെട്ടതാണ് M1ഉം M2. എന്നാൽ M3യും M4ഉം ബ്രോഡ് മണിയിൽപ്പെട്ടതാണ്. ഇതെന്താണ്? അതായത് വിശാല പണം, നാരോ മണി, ഇടുങ്ങിയ മണി. ഇതെന്താണെന്ന് അറിയണം അല്ലെ. അപ്പൊ M1 എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവുമാണ്. ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയിലെ ആകെ പണത്തിന്റെ അളവ് കണക്കാക്കുന്നതെന്നാണ്. M1 എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും, അതുപോലെ തന്നെ വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും. ഓക്കെ അല്ലേ? എന്നാൽ M2 M1നോടൊപ്പം, അതായത് പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും അതിനോടൊപ്പം പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപം കൂടെ ചേരുന്നതാണ് M2 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടെ? അപ്പൊ ഇത് നാരോ മണി എന്നാണ് അറിയപ്പെടുന്നത്. ഇടുങ്ങിയ പണം, പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപവും പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപത്തെയും കൂടെ ചേർത്ത് നാരോ മണി എന്ന് പറയും. അപ്പോൾ M1 പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപം. M2 എന്ന് പറയുന്നത് ഈ M1നോടൊപ്പം പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കുകളുടെ നിക്ഷേപവും കൂടെ കൂട്ടും. ഇനി M3 എടുക്കുകയാണ്, ബ്രോഡ് മണി. ഈ ബ്രോഡ് മണി കണക്കാക്കുന്നതെന്ന് പറയുന്നത് നമുക്കറിയാം, വാണിജ്യ ബാങ്കുകളിലൊക്കെ സ്ഥിര നിക്ഷേപമുണ്ട്. അതിന്റെ അട്ടസ്ഥിര നിക്ഷേപവും M1നോട് ചേർത്ത്. M1 എന്താണ്? പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപവും. അതിനോടൊപ്പം വാണിജ്യ ബാങ്കുകളുടെ അട്ടസ്ഥിര നിക്ഷേപവും കൂടെ ചേർത്തിട്ടാണ് M3 കണക്കാക്കുന്നത്. ഇനി M4 കണക്കാക്കുന്നതോ ഈ M3യോടൊപ്പം. M3 എന്ന് പറയുന്നത് M1നോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപവും അതിനോടൊപ്പം വാണിജ്യ ബാങ്കുകളുടെ അട്ടസ്ഥിര നിക്ഷേപവും ചേർത്തിട്ടാണ് M3 എന്നറിയാം. ആ M3യോടൊപ്പം പോസ്റ്റ് ഓഫീസുകളിലെ മൊത്ത നിക്ഷേപമാണ്. നമ്മൾ M2ന്റെ കേസിൽ M1നോടൊപ്പം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപമാണ് പറയുന്നത്. M4 ആകുമ്പോൾ M3യോടൊപ്പം പോസ്റ്റ് ഓഫീസുകളിലെ മൊത്തം നിക്ഷേപം, അതായത് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റുകൾ ഒഴികെയുള്ളത്. അപ്പോൾ അതിലൂടെ ചേരുന്നതാണ് M4 എന്ന്. അതായത് M3യോടൊപ്പം പോസ്റ്റ് ഓഫീസുകളിലെ മൊത്തം നിക്ഷേപം, അതിനകത്ത് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റുകൾ ഒഴിവാക്കും. അപ്പോൾ ഈ M3 M4ഉം വിശാല പണം എന്നാണ് അറിയപ്പെടുന്നത്, ബ്രോഡ് മണി. കാരണം വാണിജ്യ ബാങ്കുകളുടെ അറ്റ സ്ഥിര നിക്ഷേപവും പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപവും പോസ്റ്റ് ഓഫീസുകളുടെ മൊത്തം നിക്ഷേപവും എല്ലാം കൂടി എടുക്കുമ്പോൾ തന്നെ അത് ബ്രോഡാണല്ലേ, വിശാല പണമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാം, ബാങ്കുകൾ അനിയന്ത്രിതമായി ചിലയിടങ്ങളിൽ ഇടക്കാലത്തൊക്കെ വായ്പകളൊക്കെ, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ നൽകാറുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും. അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നുണ്ടായിരുന്നു. ഇതെന്തിന് കാരണമാകും? സമ്പദ് വ്യവസ്ഥയിലെ പണപ്രദാനം വർദ്ധിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും ഒക്കെ കാരണമാകാറുണ്ട്. ബാങ്കുകള് അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണപ്രദാനം വർദ്ധിക്കുന്നതിനും പണപ്പെരുപ്പത്തിനുമൊക്കെ കാരണമാകുന്നതാണെന്നറിയാം. ഇത് നിയന്ത്രിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നറിയാം. വായ്പകൾ നിയന്ത്രിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്ത് അളവുപരമായ ഉപാധികളും ഗുണപരമായ ഉപാധികളൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് ഈ അളവുപരമായ ഉപാധികൾ, ഗുണപരമായ ഉപാധികൾ? അവയിൽ എന്തൊക്കെ വരാം? അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പാ നിയന്ത്രണ ഉപാധികളായിട്ട്, അതായത് പണപ്പെരുപ്പം ഒഴിവാക്കാൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വായ്പാ നിയന്ത്രണ ഉപാധികളാണ് അളവുപരമായ ഉപാധികളും ഗുണപരമായിട്ടുള്ള ഉപാധികളും.
ഇവ രണ്ടും എന്താണെന്ന് അറിയണം. അപ്പൊ ഈ വായ്പാ നിയന്ത്രണ ഉപാധികളിൽ അളവുപരമായ ഉപാധികളിൽ ബാങ്ക് നിരക്കുകൾ എന്ത് ചെയ്യും? മാറ്റം വരുത്തും അല്ലേ? ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ മാറ്റം വരുത്തും നമുക്കറിയാം. റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്തും. പരസ്യ വിപണി പ്രവർത്തനങ്ങളിൽ ഇടപെടും. ഇതെല്ലാം അളവുപരമായ ഉപാധികളാണ് വായ്പാ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള. എന്നാൽ ഗുണപരമായിട്ടുള്ള ഉപാധികൾ, ഒന്നിൽ മാർജിൻ ആവശ്യകത, രണ്ടാമത് ധാർമ്മിക പ്രേരണ. അപ്പോൾ ഈ വായ്പാ നിയന്ത്രണ ഉപാധികളിൽ ഒന്ന് അളവുപരമായ ഉപാധികളുമുണ്ട്, ഗുണപരമായിട്ടുള്ള ഉപാധികളുണ്ട്. അളവുപരമായ ഉപാധികളിൽ ബാങ്ക് നിരക്കുകളിൽ എന്ത് ചെയ്യും? മാറ്റം വരുത്തും. അതുപോലെ തന്നെ റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്തും. പരസ്യ വിപണി പ്രവർത്തനങ്ങളിൽ ഇടപെടും. എന്നാൽ ഗുണപരമായ ഉപാധികളിലോ മാർജിൻ ആവശ്യകതയും ധാർമ്മിക പ്രേരണയുമാണ്. ഇനി നമുക്ക് ഈ 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം 1835 മുമ്പ് ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പണത്തിന്റെ മറ്റു രൂപങ്ങളിലൊക്കെ 1835 മുമ്പ് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഓർത്തിരിക്കേണ്ട 1 രൂപ നോട്ടും നാണയങ്ങളും ഇന്ത്യ ഗവൺമെന്റ് അച്ചടിച്ചിറക്കുന്നതിന് ചരിത്രമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ബാക്കിയാണല്ലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറൻസിയൊക്കെയാണല്ലോ അച്ചടിക്കുന്നത്, 1 രൂപ നോട്ടും നാണയങ്ങളും ഒഴിച്ചിട്ട്. അപ്പോൾ എന്തായിരിക്കാം? 1835 ചരിത്ര കൺവെൻഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1835 ഓർത്തിരിക്കണം, 1835 പേപ്പർ കറൻസി ആക്ട് ഉണ്ട്. ഈ 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് എന്ത് അച്ചടിക്കാനായിട്ട്? പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകിയത്. വ്യാപാരവും വാണിജ്യവും സുഗമമാക്കുന്ന എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 1835 ചരിത്ര കൺവെൻഷന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരം പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകിയത്. അത് തുടർന്ന് പോരുന്നു. 1 രൂപ നോട്ടും അങ്ങനെ നാണയങ്ങളിലൊക്കെ ഇന്ത്യ ഗവൺമെന്റ് അച്ചടിച്ചിറക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് അത് അച്ചടിച്ചിറക്കുന്നതെന്ന് അറിയാം അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് 1906 കോയിനേജ് ആക്ട്. 1906 കോയിനേജ് ആക്ട്. 2011 കോയിനേജ് ആക്ട് ഉണ്ട്. ഇവ പ്രകാരം നാണയങ്ങൾ അച്ചടിച്ചിറക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റ്. അപ്പോൾ കറൻസികൾ 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എന്തടിച്ചിറക്കുന്നത്? 1 രൂപ നോട്ടൊക്കെ അച്ചടിച്ചിറക്കുന്നത് അല്ലെ? എന്നാൽ 1906 കോയിനേജ് ആക്ട്, അതുപോലെ തന്നെ 2011 കോയിനേജ് ആക്ട്, ഇത് പ്രകാരമാണ് നാണയങ്ങൾ അച്ചടിച്ചിറക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ഈ അധികാരം 1835 പേപ്പർ കറൻസി ആക്ടും 1906 2011 കോയിനേജ് ആക്ടും നിലനിർത്തുന്നതിനാലാണ് 1 രൂപ നാണയങ്ങളും അതുപോലെ തന്നെ 1 രൂപ നോട്ടും നാണയങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ധനകാര്യ മന്ത്രാലയം അച്ചടിച്ചിറക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട SCERT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് പങ്കുവച്ച്. അതിന്റെ റിസർവ് ബാങ്കിന്റെ കടമകളും ധർമ്മങ്ങളും കുറേയധികം മറ്റു വസ്തുതകളും ഒക്കെ പഠിച്ചു. ഇതിൽ നിന്ന് എന്തായാലും എക്കണോമിക്സിന്റെ ഭാഗത്തിൽ ഈ ചാപ്റ്ററിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ, ടേക്ക് കെയർ.